പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പിൽ നമ്മൾ കർത്താവായ യേശു മിശിഹായോട് ചേരുകയാണല്ലോ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹായി ലോകത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കാനും മനുഷ്യനുമായി ചേർന്ന് നിൽക്കാനും മനുഷ്യൻ്റെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവായ യേശു മിശിഹാ സ്വർഗത്തിൽ പിതാവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് കടന്നു വന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹായുടെ സ്നേഹവും പിതാവിൻ്റെ ഒരു ത്യാഗമാണ്. പിതാവ് തൻ്റെ ഏകജാതനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് മനുഷ്യരായ നമ്മൾക്ക് വേണ്ടി അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 32 തിരുവചനങ്ങളാണ്. ഇതിൽ നമുക്ക് ആദ്യമേ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് കർത്താവായ യേശു മിശിഹാ ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുന്നിടയിൽ കർത്താവായ യേശു മിശിഹാ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ പുത്രൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടും. പ്രിയമുള്ളവരെ, മനുഷ്യൻ പുത്രൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് എഴുതി വെച്ചത് ഒരു കാര്യം, കർത്താവായ യേശു മിശിഹാ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടും അവസാനം കുറ്റക്കാരനായി തീർന്ന ഒരവസ്ഥയാണ്. ലോകത്തെ സ്നേഹിച്ചിട്ടും അതേ ലോകം കർത്താവായ യേശു മിശിഹായെ ദൂഷിച്ചു. ലോകത്തിനു വേണ്ടി എല്ലാം ചെയ്തു. ഓരോ രോഗികൾക്ക് സൗഖ്യം നൽകിയപ്പോൾ കർത്താവായ യേശു മിശിഹാ ആഗ്രഹിച്ചൊരു വലിയ സത്യമുണ്ട്. നിങ്ങൾ ഇത് ആറിൻ്റെ മുമ്പിൽ ഇത് കാണിക്കരുത്. നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നത് നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ വേണേ നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക എന്ന് മാത്രമേ കർത്താവായ യേശു മിശിഹാ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ഏറ്റവും അധികം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, കർത്താവായ യേശു മിശിഹാ മനുഷ്യൻ്റെ പുത്രൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്ന ഒരു സുവിശേഷ ഭാഗം പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹായ്ക്ക് കുരിശുമരണം അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ തെറ്റ് കാരണമാണ് കർത്താവായ യേശു മിശിഹാ കുരിശുമരണവും സങ്കടവും ദുഃഖവും അനുഭവിക്കേണ്ടി ഇട വന്നത്. അപ്പോൾ നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹായ്ക്ക് വലിയൊരു ജീവിതത്തിൽ സങ്കടവും ദുഃഖവും നേരിടേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കർത്താവായ യേശു മിശിഹാ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ കർത്താവായ യേശു മിശിഹാ നമ്മളെയും പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച കാര്യം ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹാ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകണം, ഇത് പീഡാനുഭവവും ഉത്ഥാനവും 2-ാം പ്രവാചനമാണ്. അതായത് ഇത് 2-ാം പ്രാവശ്യം കർത്താവായ യേശു മിശിഹാ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ പഠിപ്പിച്ച ശേഷം കർത്താവായ യേശു മിശിഹാ കൃത്യം പറയുന്നുണ്ട്, ഇതെൻ്റെ ഭവനമല്ല, ഇത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു കയറണം. ഇതിൽ മറ്റൊരർത്ഥോടെയുണ്ട്, നിങ്ങൾ ആരും ഈ ലോകത്തിൻ്റെതല്ല, നിങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവിൻ്റെയാണ്. നിങ്ങളുടെ താൽക്കാലികമായ ജീവിതം മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് തീർന്നാൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തലൂടെ കർത്താവായ യേശു മിശിഹാ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ യഥാർത്ഥ വീടെന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ ഈശോ ദൈവത്തിന് മുമ്പാകെയാണ്. അപ്പോൾ ആ ഭവനത്തിൽ ചേരാൻ വേണ്ടി ഈ ഭൂമിയിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും? ആ ഭവനം വരെ എത്താൻ വേണ്ടി ഈ ഭൂമിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആ ഭവനമാണ് എൻ്റെ യഥാർത്ഥ ഭവനം, എൻ്റെ പിതാവിൻ്റെ സ്നേഹമുള്ള ഭവനം. ആ ഭവനത്തിന് വേണ്ടി ആകാൻ വേണ്ടിയാണ് പിതാവായ ദൈവം കർത്താവായ യേശു മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിതാവിൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യനും സ്വർഗത്തിലെത്തണം. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പുത്രനായ ഈശോ ലോകത്തിൽ വന്നതിൽ അർത്ഥമില്ലാതെ പോകും. അപ്പോൾ കർത്താവായ യേശു മിശിഹാ പഠിപ്പിച്ച സത്യവും നല്ലതും അനുഗ്രഹമാണ്. അപ്പോൾ ആ സത്യത്തെയും അനുഗ്രഹത്തെയും നല്ലതിനെയും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. അവസാനത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കും, ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ ശിഷ്യന്മാർ ഇതൊന്നും ചോദിച്ചില്ല, അവർ ഭയപ്പെട്ടു. പക്ഷേ കർത്താവായ യേശു മിശിഹായോട് നമ്മൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമേ, നിൻ്റെ ആഗ്രഹം എന്താണെന്നത് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത്, അതനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, ഈ നോയമ്പിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 3 കാര്യം. 1, കർത്താവായ യേശു മിശിഹാ നമ്മളെ പഠിപ്പിച്ചു, സത്യത്തിൽ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പഠിപ്പിച്ചു, പാപത്തെ ത്യജിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ സ്വീകരിച്ച് ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അതൊന്ന്.
രണ്ടാമത്തെ കാര്യം, മനുഷ്യപുത്രൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. നമ്മൾ കാരണം നമ്മുടെ കർത്താവായ യേശുമിശിഹ ഒരിക്കലും സങ്കടം അനുഭവിക്കാൻ പാടില്ല എന്നൊരു നോയമ്പിലൂടെ നമ്മൾ ചിന്ത എടുക്കണം. മൂന്നാമത്തേത്, ശിഷ്യന്മാർ ഒന്നും ചോദിച്ചില്ല. നമ്മൾ കർത്താവ് യേശുമിശിഹ നമ്മളോട് 2 കാര്യം പറഞ്ഞു. നിങ്ങൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അതുമാത്രമല്ല, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവായ യേശുമിശിഹ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് ചോദിക്കാം, സ്വർഗസ്ഥനായ പിതാവിനെ ആബ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കാം, കർത്താവേ എനിക്ക് പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കാനും കൂടുതൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിച്ച് നിൻ്റെ സ്നേഹവും സമാധാനം എല്ലാ ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.